إن الحمد لله نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن أحسن الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار الله أكبر الله أكبر الله أكبر لا إله إلا الله الله أكبر അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, അൽഹംദുലില്ലാഹ് 30 ദിവസത്തെ വ്രതാനുഷ്ഠാനത്തിന് ശേഷം സത്യവിശ്വാസികളിൽ വലിയ ഒരു വിഭാഗം ആളുകൾ ഇന്ന് ആഹ്ലാദത്തോടെ, സന്തോഷത്തോടെ, പ്രാർത്ഥനയോടെ ചെറിയ പെരുന്നാൾ ഈദുൽ ഫിത്ർ ആഘോഷിക്കുകയാണ്. എല്ലാവർക്കും പെരുന്നാൾ ആശംസകൾ നേരുന്നു. ഈദുക്കും മുബാറക്, തഖബ്ബലല്ലാഹു മിന്നാ വമിൻകും സാലിഹൽ അഅമാൽ, കുല്ലു ആം വഅൻതും ബിഖൈർ. ഈ ആഹ്ലാദം, ഈ സന്തോഷം അല്ലാഹു ഈ ലോകത്തും പരലോകത്തും നമുക്ക് നിലനിർത്തി തരട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതിൽ സ്വാഇമി ഫർഹത്താൻ, നോമ്പുകാരന് 2 സന്തോഷമുണ്ട്. ഒന്ന് ഫർഹത്തുൻ ഇൻദ ഫിത്രിഹി, പെരുന്നാൾ ദിവസമുള്ള സന്തോഷമാണ്. 2 വഫർഹത്തുൻ ഇൻദ ലിഖാഇ റബ്ബിഹി, അവരുടെ റബ്ബിനെ കണ്ടുമുട്ടുമ്പോൾ ഉള്ള സന്തോഷമാണ്. എന്ന് പറഞ്ഞാൽ പെരുന്നാൾ സന്തോഷം, ഫിത്റിൻ്റെ സന്തോഷം ഖിയാമത്ത് നാൾ വരെ നീണ്ടു നിൽക്കുന്നതും മഹ്ശറിൽ നിലനിൽക്കുന്നതും സ്വർഗലോകത്ത് നിലനിൽക്കുന്നതുമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സഹായിക്കട്ടെ. ലോകത്തിലെ മുഴുവൻ മുസ്ലിമീങ്ങൾക്കും അല്ലാഹു സന്തോഷം നൽകട്ടെ, സമാധാനം നൽകട്ടെ, ആഹ്ലാദം നൽകട്ടെ. ഈ രാജ്യത്തിനും ഈ രാജ്യത്തിലെ ആളുകൾക്കും ഈ രാജ്യത്തിലെ ഭരണാധികാരികൾക്കും ഇവിടെ താമസിക്കുന്ന ആളുകൾക്കും എല്ലാ ഇസ്ലാമിക രാജ്യങ്ങളിലുള്ള ഭരണാധികാരികൾക്കും അവിടെയുള്ള മുസ്ലിമീങ്ങൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നെന്നും സന്തോഷം നിലനിർത്തി തരട്ടെ, സമാധാനവും സുരക്ഷയും നൽകട്ടെ. ഏറ്റവും നല്ല രൂപത്തിൽ ഇസ്ലാമികമായി മുന്നോട്ട് പോകുവാനുള്ള തൗഫീഖും അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രദാനം ചെയ്യട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ പെരുന്നാൾ ദിവസം നാം സമാധാനം വ്യാപിപ്പിക്കുക, എല്ലാവർക്കും സലാം പറയുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പെരുന്നാൾ ദിവസം ഈദ് മുസല്ലയിലേക്ക് വന്നത് ഒരു വഴിയിലൂടെയാണെങ്കിൽ തിരിച്ചു പോയത് മറ്റൊരു വഴിയിലൂടെയായിരുന്നു. എന്തിനാണത്? ധാരാളം ആളുകളെ കാണാൻ, അവർക്കൊക്കെ ആശംസകൾ നേരാൻ, അവർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുവാൻ, അവരോടൊക്കെ സലാം പറയാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അഫ്ഷു സലാമ ബൈനക്കും, സമാധാനം വ്യാപിപ്പിക്കുക. നാം സമാധാനമാണ് ആഗ്രഹിക്കുന്നത്, ശാന്തിയാണ് ആഗ്രഹിക്കുന്നത്. അത് നാം വ്യാപിപ്പിക്കുക, സന്തോഷം പങ്കുവെക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രവൃത്തി എന്നത് സുറൂറുൻ തുദ്ഖിലുഹു അലാ മുസ്ലിമിൻ, ഒരു മുസ്ലിമിൻ്റെ മനസ്സിൽ സന്തോഷമിട്ട് കൊടുക്കലാണ്. നല്ല വാക്കുകളിലൂടെ, നല്ല ആശംസകളിലൂടെ, നല്ല പ്രാർത്ഥനകളിലൂടെ പരസ്പരം സന്തോഷം കൈമാറുക. ഭീതിയല്ല, ഭയമല്ല, നിരാശയല്ല കൈമാറേണ്ടത് എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, റമളാൻ കഴിഞ്ഞാൽ, എണ്ണം പൂർത്തീകരിച്ചാൽ പ്രധാനമായും 3 കാര്യങ്ങൾ റഹ്മാനായ റബ്ബ് നമ്മിൽ നിന്ന് ആവശ്യപ്പെടുന്നുണ്ട്. ഈ 3 കാര്യങ്ങൾ നമ്മൾ നിലനിർത്തിയാൽ ഇരു ലോകത്തും സമാധാനം, ഇരു ലോകത്തും വിജയമാണ്. എന്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്? വലിതുക്മിലുൽ ഇദ്ദ, എണ്ണം പൂർത്തിയാക്കുക. വലിതുകബ്ബിറുല്ലാഹ അലാ മാ ഹദാക്കും, അല്ലാഹു നിങ്ങൾക്ക് ഹിദായത്ത് നൽകിയതിൻ്റെ പേരിൽ നിങ്ങൾ അല്ലാഹുവിനെ വാഴ്ത്തുക. ഹിദായത്ത് വളരെ പ്രധാനപ്പെട്ടതാണ്. റഹ്മാനായ റബ്ബ് നമുക്ക് ഹിദായത്ത് നൽകുന്നില്ലെങ്കിൽ പിന്നെ ആർക്കും നമുക്ക് സന്മാർഗം കാണിച്ചു തരാൻ സാധിക്കും? ആർക്കും കഴിയില്ല. പടച്ച റബ്ബ് നൽകിയ ഏറ്റവും വലിയ നിഅമത്ത് എന്ന് പറയുന്നത്
അനുഗ്രഹം എന്ന് പറയുന്നത് ഈ ഹിദായത്താണ്, ഈ സന്മാർഗമാണ്. റമളാനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കത് നൽകി. ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കത് നൽകി. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഹിദായത്ത് നൽകി. എവിടെയും വഴിതെറ്റി പോവാതിരിക്കാനാണത്, എവിടെയും പകച്ചു പോവാതിരിക്കാനാണത്, എവിടെയും ഇരുട്ടിൽ തപ്പുന്ന ഒരു അവസ്ഥ ഇല്ലാതിരിക്കാനാണ് റഹ്മാനായ റബ്ബ് ഈ ഹിദായത്ത് അവൻ്റെ സൃഷ്ടികളായ നമുക്ക് നൽകിയത്. അതുകൊണ്ട് അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ എന്ന് ആവർത്തിച്ച് നമ്മൾ പറയുകയും അവനാണ് വലിയവനെന്ന് പ്രഖ്യാപിക്കുകയും നമ്മുടെ ജീവിതത്തിലും റഹ്മാനായ റബ്ബുമായി ബന്ധപ്പെട്ടതിനാണ് ഏറ്റവും പ്രാധാന്യമെന്ന് പ്രഖ്യാപിക്കുകയും ഈ ഹിദായത്തിനെ നമ്മൾ മുറുകെ പിടിക്കുകയും ചെയ്യണം. രണ്ടാമത്തത് വലഅല്ലക്കും തഷ്കുറൂൻ, നിങ്ങൾ നന്ദിയുള്ള ആളുകളാകാൻ വേണ്ടി റഹ്മാനായ റബ്ബിനോട് നന്ദിയുള്ള അടിമകളായി തീരുക. എങ്ങനെയാണ് ആ നന്ദി പ്രകടിപ്പിക്കേണ്ടത്? വാക്കുകളിൽ, പ്രവർത്തനങ്ങളിൽ, തീരുമാനങ്ങളിൽ, നിലപാടുകളിൽ റഹ്മാനായ റബ്ബ് കാണിച്ചു തന്ന വഴിയെ സ്വീകരിക്കലാണ് യഥാർത്ഥ നന്ദി പ്രകടനം എന്ന് പറയുന്നത്. ഹറാമുകളിൽ കണ്ണുകളെ, കാതുകളെ, ധനത്തെ, ശരീരത്തെ, അള്ളാഹു നൽകിയ ഒരു നിഅമത്തിനെയും ഹറാമുകളിൽ ഉപയോഗിക്കാതെ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട റഹ്മാനായ റബ്ബ് തൃപ്തിപ്പെടുന്ന വഴികളിൽ ഉപയോഗപ്പെടുത്തുക. അതാണ് യഥാർത്ഥ ശുക്ർ എന്ന് നമ്മൾ മനസ്സിലാക്കുകയും ഷാക്കിരീങ്ങളിൽ, നന്ദിയുള്ളവരിൽ നമ്മൾ ഉൾപ്പെടുകയും ചെയ്യണം. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് ലഇൻ ശകർതും ലഅസീദന്നകും, നിങ്ങൾ നന്ദി കാണിച്ചാൽ ഞാൻ നിങ്ങൾക്ക് വർദ്ധിപ്പിച്ചു തരും. എല്ലാ അനുഗ്രഹങ്ങളും അള്ളാഹു ഇരട്ടിപ്പിച്ചേ തരികയുള്ളൂ. അതുകൊണ്ട് ഒരിക്കലും നന്ദി കേട് കാണിക്കരുത്, നന്ദിയുള്ളവരാകണം. പിന്നെ പറയുന്നത് വളരെ മൗലികമായതാണ്, അതാണ് മൂന്നാമത്തത്. വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബുൻ ഉജീബു ദഅവതദ് ദാഇ ഇദാ ദഅൻ ഫൽയസ്തജീബൂ ലീ വൽയുക്മിനൂ ബി ലഅല്ലഹും യർഷുദൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, എൻ്റെ അടിമകൾ എന്നെക്കുറിച്ച് ചോദിച്ചാൽ, അവിടെ നമുക്ക് കാണാൻ സാധിക്കും, എൻ്റെ അടിമകൾ എന്നെക്കുറിച്ച് ചോദിച്ചാൽ ഖുൽ പറയുക എന്നുപോലും അവിടെ പറഞ്ഞിട്ടില്ല. എന്തിനാണത്? ആ വേർഡിൻ്റെ ദൈർഘ്യം പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയില്ല. മറ്റേത് ആയത്തിലും കണ്ടാൽ നമുക്ക് കാണാൻ സാധിക്കും, യസ്അലൂനക മാദാ യുൻഫിഖൂൻ ഖുൽ യസ്അലൂനക അനിൽ മഹീദ് ഖുൽ, അവിടെയൊക്കെ പറയണമെന്ന് ഉള്ള വാക്ക് കാണാം. എന്നാൽ എൻ്റെ അടിമകൾ എന്നെക്കുറിച്ച് ചോദിച്ചാൽ ഖുൽ പറയണം എന്ന് പോലും പറയാതെ അല്ലാഹു പറയുകയാണ് ഫഇന്നി ഖരീബുൻ, ഞാൻ അവരുടെ സമീപത്തുണ്ട്. അള്ളാഹു ദൂരെയാണെന്ന് ആരും കരുതണ്ട. റഹ്മാനായ റബ്ബ് ഇതൊന്നും കാണുന്നില്ല എന്ന് ആരും കരുതണ്ട. റബ്ബ് എന്നെ കാണുന്നുണ്ട്, നിങ്ങളെ കാണുന്നുണ്ട്, നമ്മുടെ നാടിനെ കാണുന്നുണ്ട്, അക്രമികളെ അള്ളാഹു കാണുന്നുണ്ട്, നന്മ ചെയ്യുന്ന ആളുകളെ റഹ്മാനായ റബ്ബ് കാണുന്നുണ്ട്. അടിമകളോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നു റബ്ബ്. ഉജീബു ദഅവതദ് ദാഇ ഇദാ ദഅൻ, പ്രാർത്ഥിക്കുന്നവർ എന്നെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥനയ്ക്ക് ഞാൻ ഉത്തരം നൽകാം എന്ന് റഹ്മാനായ റബ്ബ് പറയുന്നു. അതുകൊണ്ട് റബ്ബിനോട് പ്രാർത്ഥിക്കുക, രാവും പകലും ഒരുപോലെ, ഇഹപര നേട്ടങ്ങൾക്ക് വേണ്ടി, നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി, സ്വർഗത്തിൽ പ്രവേശനം ലഭിക്കാൻ വേണ്ടി, ഹിദായത്തിൻ്റെ മാർഗത്തിൽ അടിയുറച്ച് നിൽക്കാൻ വേണ്ടി, ക്ഷമ ലഭിക്കാൻ വേണ്ടി, യഖീന് ലഭിക്കാൻ വേണ്ടിയൊക്കെ റഹ്മാനായ റബ്ബിനോട് നിരന്തരം പ്രാർത്ഥിക്കണം. പക്ഷേ റബ്ബ് അപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഞാൻ ഉത്തരം തരാം, നിങ്ങൾ വിളിക്കുമ്പോൾ ഞാൻ കേൾക്കാം, പക്ഷേ ഫൽയസ്തജീബൂ ലീ, ഞാൻ വിളിക്കുമ്പോൾ നിങ്ങളും കേൾക്കണം. ഫൽയസ്തജീബൂ ലീ വൽയുക്മിനൂ ബി, നിങ്ങൾ എനിക്കും ഉത്തരം നൽകണം, നിങ്ങൾ എന്നിൽ വിശ്വസിക്കുകയും വേണം. അങ്ങനെ ഞാൻ പറയുന്നത് നിങ്ങൾ അനുസരിച്ചാൽ നിങ്ങൾ വിളിക്കുമ്പോൾ ഞാൻ ഉത്തരം നൽകാമെന്ന് റഹ്മാനായ റബ്ബ് പറയുന്നുണ്ട്. അതുകൊണ്ട് റബ്ബിനോട് പ്രാർത്ഥിക്കുക, റബ്ബ് കാണിച്ചു തന്ന വഴികളിലൂടെ നാം സഞ്ചരിക്കുകയും ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിശുദ്ധ റമളാൻ മാസത്തിലെ നോമ്പെന്തിനാണ്? ലഅല്ലക്കും തത്തഖൂൻ, തഖ്വയുള്ള ആളുകളായി തീരാൻ വേണ്ടിയാണ്. എങ്ങനെയാണ് തഖ്വയിലൂടെ മുന്നോട്ട് പോകാൻ കഴിയുന്നത്? റഹ്മാനായ റബ്ബ് പറഞ്ഞു, ഒരു വേദഗ്രന്ഥം നിങ്ങൾക്ക് തന്നിട്ടുണ്ട്, മുറുകെ പിടിച്ചാൽ തഖ്വയുടെ മാർഗത്തിലൂടെ സഞ്ചരിക്കാം. ദാലികൽ കിതാബു ലാ റൈബ ഫീ ഹുദൽ ലിൽ മുത്തഖീൻ, അതാകുന്നു ഗ്രന്ഥം, അതിൽ സംശയം വേണ്ടതില്ല, മുത്തഖീങ്ങൾക്കത് മാർഗദർശനമാണ്. തഖ്വയോടുകൂടി ജീവിച്ചാലേ സ്വർഗം കിട്ടൂ, തഖ്വയോടുകൂടി ജീവിച്ചാലേ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയൂ. തഖ്വയുള്ളവർക്കേ ഏത് വിഷയത്തിലും മഖ്റജുള്ളൂ, തഖ്വയുള്ളവർക്കേ ഏത് വിഷയത്തിലും യുസ്ർ എളുപ്പമുള്ളൂ. അതുകൊണ്ട് തഖ്വ വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ അതിനെന്ത് വേണം? അൽ കിതാബ് അഥവാ പരിശുദ്ധ ഖുർആനിനെ മുറുകെ പിടിക്കണം, അതിൻ്റെ ഹിദായത്തിനെ മുറുകെ പിടിക്കണം. എങ്കിലും വലാലത്തിൽ അകപ്പെട്ടു പോവാതെ രക്ഷപ്പെടാൻ നമുക്ക് സാധിക്കും. ജീവിതത്തിലുടനീളം
റമളാൻ മാസത്തിൽ ഖുർആനിനെ നമ്മൾ പരിഗണിച്ചതുപോലെ മറ്റെല്ലാ ദിവസങ്ങളിലും ഖുർആനിനെ പരിഗണിക്കുക. അതോടൊപ്പം റഹ്മാനായ റബ്ബ് പറയുന്നത് നിങ്ങളിൽ ഐക്യമുണ്ടാകണം. വഅതസിമൂ ബിഹബ്ലില്ലാഹി ജമീഅൻ വലാ തഫറഖൂ. അല്ലാഹുവിൻ്റെ ഹബ്ലിനെ, പരിശുദ്ധ ഖുർആനിനെ മുറുകെ പിടിക്കണം. നിങ്ങൾ ഒരിക്കലും ഭിന്നിക്കരുത്. ഒരു ഇമാമിൻ്റെ കീഴിൽ, ഒരു ഹാക്കിമിൻ്റെ കീഴിൽ, ഒരു ഇസ്ലാമിക ഭരണാധികാരിയുടെ കീഴിൽ അച്ചടക്കമുള്ള സമൂഹമായി നമ്മൾ മാറണം. നമ്മുടെ കലിമത്തുകൾ ഭിന്നിക്കാൻ പാടില്ല. നമുക്കിടയിൽ അഭിപ്രായ ഭിന്നതകൾ ഉണ്ടാവാൻ പാടില്ല. നമ്മൾ ഭിന്നിച്ചാൽ റഹ്മാനായ റബ്ബിൻ്റെ സഹായം ഉണ്ടാവില്ല. യദുല്ലാഹി അലൽ ജമാഅ, അല്ലാഹുവിൻ്റെ കൈ, അല്ലാഹുവിൻ്റെ സഹായം അത് ജമാഅത്തിൻ്റെ കൂടെയാണ്. റഹ്മാനായ റബ്ബ് ഇഷ്ടപ്പെടുന്നത് സഫുകളായി നിന്നുകൊണ്ട് കഅന്നഹും ബുനിയാനും മർസൂസ്, ഇടതൂർന്ന ഒരു കെട്ടിടം പോലെ ഏകോദര സഹോദരങ്ങളായി ഒരു ഭരണാധികാരിയുടെ കീഴിൽ വിശ്വാസികൾ പരസ്പരം സഹോദരങ്ങളാണ് എന്ന ധാരണയിൽ നിങ്ങൾ ഒരുമിച്ച് നിന്നാൽ റഹ്മാനായ റബ്ബിൻ്റെ സഹായമുണ്ടാകും. ഒരു ശക്തിക്കും നിങ്ങളെ തോൽപ്പിക്കാൻ കഴിയില്ല എന്നത് റഹ്മാനായ റബ്ബിൻ്റെ വാഗ്ദാനമാണ്. അതുകൊണ്ട് കജസദിൻ വാഹിദിൻ, ഒറ്റ ശരീരത്തെ പോലെ മുസ്ലിമീങ്ങളും മുസ്ലിം ഭരണാധികാരികളും ഒറ്റക്കെട്ടായി നിന്നാൽ റഹ്മാനായ റബ്ബിൻ്റെ സഹായമുണ്ടാകും എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതോടൊപ്പം പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ തിരിച്ചറിയേണ്ടുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. റഹ്മാനായ റബ്ബ് ഫസാദ് ഇഷ്ടപ്പെടുന്നില്ല. വല്ലാഹു ലാ യുഹിബ്ബുൽ ഫസാദ്. ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുന്നത് അള്ളാഹു ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെ റഹ്മാനായ റബ്ബ് ഫസാദ് ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളുടെ തന്ത്രങ്ങൾക്ക് ആത്യന്തികമായ വിജയം നൽകുകയില്ല. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നത് ഇന്നല്ലാഹ ലാ യഹ്ദി കൈദൽ ഖായിനീൻ, വഞ്ചകന്മാരായ ആളുകളുടെ കുതന്ത്രങ്ങളെ അള്ളാഹു വിജയിപ്പിക്കുകയേയില്ല. അതിന് അള്ളാഹു മാർഗം കാണിച്ചു കൊടുക്കുകയില്ല. അത് പരാജയപ്പെട്ടു പോകും. ചില ആളുകൾ അഹങ്കാരികളാണ്, കുതന്ത്രത്തിന്റെ ആളുകളുമാണ്. ഇസ്തിക്ബാറൻ ഫിൽ അർദി വമക്റ സയ്യി, അവർ ഭൂമിയിൽ അഹങ്കരിക്കുന്നു, മോശമായ തന്ത്രങ്ങൾ പ്രയോഗിക്കുന്നു. അള്ളാഹു പറയുകയാണ് വലാ യഹീഖുൽ മക്റു സയ്യിഉ ഇല്ലാ ബിഅഹ്ലി, മോശമായ തന്ത്രങ്ങൾ അത് പ്രയോഗിച്ച ആളുകളിലേക്ക് ബൂമറാങ് പോലെ മടങ്ങിപ്പോകുന്നതാണ്. ഫലൻ തജിദ ലിസുന്നത്തില്ലാഹി തബ്ദീല വലൻ തജിദ ലിസുന്നത്തില്ലാഹി തഹ്വീല. അല്ലാഹുവിൻ്റെ നടപടിക്രമത്തിന് ഒരിക്കലും ഒരു മാറ്റമില്ല. പൂർവികരിലും അതാണ്, എക്കാലഘട്ടത്തിലും അതായിരിക്കും. കുതന്ത്രത്തിന്റെ ആളുകളിലേക്ക് അത് തിരിച്ചു ചെല്ലുക തന്നെ ചെയ്യുമെന്ന് റഹ്മാനായ റബ്ബ് നമ്മെ അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഒരിക്കലും ഭയപ്പെടേണ്ടതില്ല. നാം ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളിൽ ഖൈർ നിശ്ചയിച്ചവനാണ് റബ്ബ്. റഹ്മാനായ റബ്ബ് പറയുന്നത് വഅസാ അൻ തക്റഹു ശൈഅൻ വഹുവ ഖൈറുൽ ലക്കും, നിങ്ങൾക്കൊരു കാര്യത്തോട് വെറുപ്പ് തോന്നിയേക്കാം, പക്ഷേ അതിൽ നിങ്ങൾക്ക് ധാരാളം ഖൈറുകളുണ്ട്. വഅസാ അൻ തക്റഹു ശൈഅ വയജഅലല്ലാഹു ഫീഹി ഖൈറൻ കസീറ, നിങ്ങൾക്ക് ഒരു കാര്യത്തോട് വെറുപ്പ് തോന്നിയേക്കാം, റഹ്മാനായ റബ്ബാകട്ടെ അതിൽ ഒരുപാട് ഖൈറുകൾ കാണുന്നുണ്ട്. അത് മനുഷ്യന് പിന്നീടേ മനസ്സിലാവുകയുള്ളൂ എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ക്ഷമാലുക്കളായി തീരുക. ഇന്നല്ലാഹ മഅസ്സാബിരീൻ, ക്ഷമിക്കുന്നവരുടെ കൂടെയാണ് റബ്ബ്. തഖ്വയുള്ളവരാവുക. ഇന്നല്ലാഹ മഅൽ മുത്തഖീൻ, റഹ്മാനായ റബ്ബ് തഖ്വയുള്ളവരുടെ കൂടെയാണ്. സമൂഹത്തിൽ നന്മ ചെയ്യുക. ഇന്ന റഹ്മത്തല്ലാഹി ഖരീബും മിനൽ മുഹ്സിനീൻ, റഹ്മാനായ റബ്ബിൻ്റെ റഹ്മത്ത് ഇഹ്സാൻ ചെയ്യുന്ന ആളുകളുടെ സമീപത്ത് തന്നെയുണ്ട് എന്ന് തിരിച്ചറിയുക. അങ്ങനെ നല്ല മനുഷ്യരായി നല്ല പ്രാർത്ഥനയോടുകൂടി നമ്മൾ മുന്നോട്ട് പോയാൽ റഹ്മാനായ റബ്ബിൻ്റെ സഹായമുണ്ടാകും, സമാധാനവും ശാന്തിയും ആഹ്ലാദവും ഉണ്ടാകും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് നമ്മുടെ പെരുന്നാളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അലാ ഇന്ന ലികുല്ലി ഖൗമിൻ ഈദ, എല്ലാവർക്കും പെരുന്നാളുണ്ട്. ഹാദാ ഈദുന, ഇത് നമ്മുടെ പെരുന്നാളാണ്. രണ്ട് ബൃഹത്തായ ആരാധനകൾക്ക് ശേഷമാണ് ഇസ്ലാമിലെ പ്രധാനപ്പെട്ട രണ്ട് ആഘോഷങ്ങൾ എന്നറിയുക. രണ്ട് ബൃഹത്തായ ആരാധനകൾക്ക് ശേഷം. കാരണം ആ ആരാധന അള്ളാഹു കബൂൽ ചെയ്താൽ അൽഹംദുലില്ലാ വിജയിച്ചു. ഫമൻ സുഹ്സിഹ അനിൻ നാരി വഉദ്ഖിലൽ ജന്ന ഫഖദ് ഫാസ്, അതാണ് ഏറ്റവും പ്രധാനം. പരീക്ഷണങ്ങൾക്ക് നടുവിലാണെങ്കിലും സമ്പൽ സമൃദ്ധിക്ക് നടുവിലാണെങ്കിലും മരണം സുനിശ്ചിതമാണ്. കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത്, എല്ലാവരും മരണം ആസ്വദിക്കും. ആർക്കും ഭൂമിയിൽ ശാശ്വതത്വമില്ല. വഇന്നമാ തുവഫൗന ഉജൂറകും യൗമൽ ഖിയാമ, പ്രതിഫലങ്ങൾ പൂർത്തീകരിച്ച് നൽകപ്പെടുന്നത് ഖിയാമത്ത് നാളിലാണ്. പരലോകത്താണ് പ്രതിഫലം. ഇത് പരീക്ഷണത്തിന്റെ ലോകമാണ്. ഫമൻ സുഹ്സിഹ അനിൻ നാരി വഉദ്ഖിലൽ ജന്ന, അന്ന് നരകത്തിൽ നിന്ന് മോചനം ലഭിച്ച ആരാണോ സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുന്നത്,
ഫഖദ് ഫാസ്, അവർ വിജയിച്ചു. വമൽ ഹയാത്തുദ് ദുനിയാ ഇല്ലാ മതാഉൽ ഗുറൂർ, ഐഹിക ജീവിതം വഞ്ചനയുടെ വിഭവം മാത്രമാണ്. ഇത് ആത്യന്തിക ലക്ഷ്യമല്ല, പരലോകമാണ് ലക്ഷ്യം. അവിടെ വിജയിക്കാൻ സാധിച്ചാൽ അതാണ് ആഹ്ലാദം. അതുകൊണ്ട് പ്രാർത്ഥിക്കുക, തഖബ്ബലല്ലാഹ് മിന്നാ വ മിൻകും, അല്ലാഹു നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ റമളാൻ, നമ്മുടെ നോമ്പ്, നമ്മുടെ ഖിയാമു റമളാൻ, നമ്മുടെ സകാത്ത്, സദഖകൾ, ഖുർആനിൻ്റെ തിലാവത്ത്, മറ്റൊട്ടനവധി നന്മകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. റഹ്മാനായ റബ്ബ് സ്വീകരിച്ചാൽ സന്തോഷം, ആഹ്ലാദം. പ്രാർത്ഥിക്കുക, റഹ്മാനായ റബ്ബ് നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. പരസ്പരം ആശംസകൾ കൈമാറുക, സന്തോഷം കൈമാറുക, സലാം കൈമാറുക, കുടുംബബന്ധങ്ങൾ ചേർക്കുക, സുഹൃത്ത് ബന്ധങ്ങൾ ചേർക്കുക, നല്ല നല്ല സമ്മാനങ്ങൾ നൽകുക. അങ്ങനെ പരസ്പരം ആഹ്ലാദവും സന്തോഷവും നിലനിൽക്കട്ടെ. നല്ല ശുഭാപ്തി വിശ്വാസത്തോടു കൂടി മുന്നോട്ട് പോവുക. റഹ്മാനായ റബ്ബ് നമ്മെ സഹായിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. നരകത്തിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും സ്വർഗ്ഗലോകത്ത് പ്രവേശിപ്പിക്കുമാറാകട്ടെ. നമ്മുടെ ആരാധനകളൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. അറിഞ്ഞും അറിയാതെയും നമ്മളിൽ നിന്ന് വന്നുപോയിട്ടുള്ള ചെറുതും വലുതുമായ പാകപ്പിഴവുകളൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പുറത്തു തരുമാറാകട്ടെ. ജന്നാത്തുൽ ഫിർദൗസിൽ ഇതുപോലെ ഒരുമിച്ച് കൂടാനുള്ള തൗഫീഖ് അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. എല്ലാ രോഗങ്ങളിൽ നിന്നും, കടബാധ്യതകളിൽ നിന്നും, കഷ്ടപ്പാടുകളിൽ നിന്നും, പരീക്ഷണങ്ങളിൽ നിന്നും, അതിക്രമികളായ ആളുകളിൽ നിന്നുമൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹുവേ, ഈ രാജ്യത്തെ നീ സംരക്ഷിക്കണേ റബ്ബേ. അല്ലാഹുവേ, ഈ രാജ്യത്തിലെ ജനങ്ങളെ നീ സംരക്ഷിക്കണേ റബ്ബേ. ഈ രാജ്യത്തിലെ ഭരണാധികാരികളെ നീ സംരക്ഷിക്കണേ റബ്ബേ. ഈ നാട്ടിൽ നീ സമ്പൽ സമൃദ്ധിയും നിർഭയത്വവും നൽകണേ റബ്ബേ. റഹ്മാനായ റബ്ബേ, ഈ രാജ്യത്തിൻ്റെ സൈന്യത്തെ നീ സഹായിക്കണേ റബ്ബേ. അവരുടെ ലക്ഷ്യങ്ങൾ നീ വിജയിപ്പിക്കണമേ റബ്ബേ. അല്ലാഹുവേ, നിൻ്റെയും നന്മയുള്ള മനുഷ്യരുടെയും ശത്രുക്കളായ ആളുകളെ നീ പരാജയപ്പെടുത്തണേ റബ്ബേ. ആ ശത്രുക്കൾക്കെതിരിൽ വിശ്വാസികളെ റഹ്മാനായ റബ്ബേ നീ സഹായിക്കണമേ റബ്ബേ. അല്ലാഹുവേ, ദൗലത്തുൽ ഇമാറാത്തിൻ്റെ റഈസായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് ഹഫിളഹുല്ലാ, അല്ലാഹുവേ നീ അദ്ദേഹത്തെ സംരക്ഷിക്കണേ റബ്ബേ. ഇമാറാത്തിലെ ഹാക്കിമുകളെയെല്ലാം നീ സംരക്ഷിക്കണേ. ഇസ്ലാമിക രാജ്യങ്ങളിലെ മുഴുവൻ ഭരണാധികാരികളെയും നീ സംരക്ഷിക്കണേ റബ്ബേ. അവർക്ക് ശരിയായ വഴി നീ കാണിച്ചു കൊടുക്കണമേ റബ്ബേ. ഏത് പ്രതിസന്ധിയിലും പിടിച്ചു നിൽക്കാനുള്ള കരുത്ത് വിശ്വാസികൾക്കെല്ലാവർക്കും അല്ലാഹുവേ നീ നൽകണമേ. ഞങ്ങളുടെ പ്രാർത്ഥന നീ സ്വീകരിക്കണമേ റബ്ബേ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് الأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات. ربنا تقبل منا إنك أنت السميع العليم وتب علينا واغفر لنا وارحمنا إنك أنت التواب الرحيم. اللهم ارحم الشيخ زايد والشيخ مكتوم والشيخ خليفة وإخوانهم شيوخ الإمارات الذين انتقلوا إليك. اللهم وفق رئيس الدولة الشيخ محمد بن زايد ونائبه لما تحبه وترضى. اللهم سدد خطى حاكمنا الشيخ الدكتور سلطان بن محمد القاسمي يا ذا الجلال والإكرام. اللهم أدم الأمن والأمان على دولة الإمارات وعلى سائر بلاد المسلمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم صل وسلم على عبدك ورسولك محمد النبي الأمي وعلى آله وأصحابه أجمعين. وآخر دعوانا أن الحمد لله رب العالمين.